ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പയറും അതുപോലെ തന്നെ വപ്പക്കായും നല്ല പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയൊരു കുഴമ്പ് പോലെ ആക്കി ഉപ്പേരി വെക്കാനാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിലേക്ക് ഉള്ളി കാച്ചാനുള്ളതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ക്രഷറിലിട്ടിട്ട്. ചോറ് നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം അപ്പം തന്നെ നമ്മൾ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സബോളയായിട്ട് എടുത്തേക്കണം. ചെറുള്ളി ഉണ്ടായിരുന്നില്ല. പിന്നെ വേപ്പില ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുളകും പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന പയർ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചാറായിട്ടാട്ടോ നമ്മളിപ്പോൾ ഇതാക്കി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വപ്പക്കായ ചെറിയൊരു മധുരമായിട്ടുള്ള കേട്ടോ വപ്പക്കായ്ക്ക്, എന്നാലും കഴിക്കാൻ നല്ല രസമാണ്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചാറ് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പയറും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ നല്ല ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. തേങ്ങ, പുളി, അതുപോലെ തന്നെ ചുവന്നുള്ളിക്ക് പകരം സബോളയാണ് ഇട്ടേക്കണത്. പിന്നെ ഉപ്പും ഇതൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ചമ്മന്തിയും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ കായും വപ്പക്കായും ഉപ്പേരി, പിന്നെ അതുപോലെ തന്നെ സൊറുക്കയിലിട്ട മുളക്, ചോറ്, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് കേട്ടോ. അപ്പം നമ്മളിവിടെ 4 പൊതിച്ചോറാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. 4 ഇല അടിയിൽ പേപ്പർ ഇട്ടിട്ട് നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. 4ലും നമുക്ക് അത്യാവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് മതിയാവോളം കഴിക്കാനുള്ള ചോറ് 4 ഇലയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നടുക്കിൽ ഒന്ന് ചെറുതായി കയ്യിലോണ്ടൊന്നൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്ന പയറും വപ്പക്കായും അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ 4ലും ആ കുഴിയിലായിട്ട്. അപ്പം ഇനി അഥവാ ഒരു തിരി ചാറുണ്ടായിരുന്നില്ല, എന്നാലും അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് 4ൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു. ബീട്രൂട്ട് ഉപ്പേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി നമ്മുടെ സാധാ പോലെ തന്നെ ഉള്ളി കാച്ചിയിട്ട് അതിൽ മുളകും പൊടി ഇട്ടിട്ട് വേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇനി നമുക്ക് 4 ഇലയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സൊറുക്കയിൽ ഉപ്പായിട്ടിട്ട മുളകുണ്ടായിരുന്നു. ചെറിയ മുളകാട്ടോ, നല്ല എരിവൊന്നുമില്ല, എന്നാലും ചിലത് ഇത്തിരി എരിവുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതൊരു 3-4 എണ്ണം വെച്ചിട്ട്, ചെറുതായത് കൊണ്ട് ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ട് നമ്മൾ 4 ഇലയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ മുളക് മാത്രം നമ്മൾ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല അടിപൊളി ചമ്മന്തി ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉരുളയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി നമ്മൾ നാളികേരവും പിന്നെ ചെറുള്ളി ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ സബോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ്, മുളക് പൊടി, നല്ല പുളി, ഇത് നന്നായിട്ട് അമ്മിക്കല്ലിൽ അരച്ചെടുത്തിട്ട് നല്ല അടിപൊളി ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെയിനായിട്ട് നല്ലതുപോലെ പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കറിയൊന്നും പോവാത്ത രീതിയിൽ ഇല കൊണ്ട് ആദ്യം തന്നെ നമ്മൾ പൊതിഞ്ഞു. അതിന് ശേഷം നമ്മൾ അടിയിൽ വെച്ചേക്കുന്ന പേപ്പർ കൊണ്ടും നല്ല രീതിക്ക് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 എണ്ണം ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഒരു പേപ്പർ എടുത്തിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊതിച്ചോറാക്കിയാൽ മാത്രം പോരല്ലോ, അത് നല്ല രീതിയിൽ പൊതിഞ്ഞ് വെച്ച് അവരെ കയ്യിലെത്തും വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതും ഒരു റബ്ബർ ബാൻഡും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.